Hello, welcome to my channel Life of 3 Idiots by Aryan Vishak. ഹോട്ട് ഓഫ് ഹിൽ ഡയറീസിന്റെ 3ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ഗ്രീൻ ലീഫിന്റെ ഗ്രീൻ കാസ എന്ന് പറയുന്ന റിസോർട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് രാവിലെ തന്നെ ഞങ്ങൾ ഊട്ടിയിൽ വന്നാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ചില കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ്. തമിഴ്നാട്ടിലെ നീൽഗിരീസ് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടി എന്ന നഗരത്തിന്റെ അതിമനോഹരമായ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നറിയപ്പെടുന്ന ഊട്ടി കടൽ നിരപ്പിൽ നിന്നും 7350 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ മെയിൻ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ടൂറിസവും കൃഷിയും തന്നെയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഊട്ടി റോസ് ഗാർഡൻ. 3 ദിവസങ്ങളിലായിട്ട് അവിടെ ഒരു റോസ് ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. മുതിർന്നവർക്ക് 50 രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ്. ജപ്പാനിലെ വേൾഡ് ഫെഡറേഷൻ ഓഫ് റോസ് സൊസൈറ്റീസിന്റെ ആഭിമുഖ്യത്തിൽ സൗത്ത് ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് റോസ് ഗാർഡനായി തിരഞ്ഞെടുക്കപ്പെട്ട് ഗാർഡൻ ഓഫ് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയതാണ് ഈ കാണുന്ന ഊട്ടി റോസ് ഗാർഡൻ. ഇവിടെ നിങ്ങൾക്ക് വന്ന് കാണണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മാർച്ച് മുതൽ ജൂൺ വരെയാണ്. ഒരുപാട് വെറൈറ്റീസിലുള്ള റോസാപ്പൂക്കൾ കണ്ട് ഇങ്ങനെ നമുക്ക് വഴിനീളെ നടക്കാൻ പറ്റും. റോസാപ്പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് പലതരം രൂപങ്ങൾ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന റോസാപ്പൂ കൊണ്ടുണ്ടാക്കിയ ഈഫൽ ടവറിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗാർഡൻ ഇത്ര മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരുപാട് വെറൈറ്റീസിലുള്ള റോസാപ്പൂക്കൾ ഇങ്ങനെ കണ്ട് വഴിനീളെ നടന്നപ്പോഴത്തേക്കും സമയം പോയതേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗാർഡന്റെ പുറത്തിറങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ പിള്ളേർ ഡബിൾ ഹാപ്പിയായി. ഇതിനകത്ത് ആദ്യം ചേച്ചിക്കുട്ടനെ കയറ്റണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ചേച്ചിക്കുട്ടി കയറിയപ്പോൾ അനിയൻകുട്ടനും കയറണമെന്നായി. തലശ്ശേരി ഹോട്ടലിൽ നിന്ന് ലഞ്ചും കഴിച്ച് നേരെ ഞങ്ങൾ പോയത് ഉദഗമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായിട്ട് കാണുന്ന ടോയ് ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യവും. ഞങ്ങളെപ്പോലെ കാറിലോ അല്ലെങ്കിൽ ബസ്സൊക്കെ പിടിച്ച് വരുന്നവർക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റും. IRCTC വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു 3-4 മാസം മുന്നേ റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് തന്നെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ട്രെയിന് ഊട്ടി ടു മേട്ടുപ്പാളയമാണ്. ഞങ്ങളിപ്പോൾ ഊട്ടി ടു കൂനൂരാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. 2 മണിക്കുള്ള ട്രെയിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനു മുന്നേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഉദഗമണ്ഡലം റെയിൽവേ സ്റ്റേഷന് ഉള്ളിൽ തന്നെയുള്ള ഹെറിറ്റേജ് മ്യൂസിയം ആണിത്. 1908 ഇത് കൺസ്ട്രക്ട് ചെയ്തത്. പണ്ടുകാലത്ത് ട്രെയിനിൽ യൂസ് ചെയ്തിരുന്ന പലതരം വസ്തുക്കളാണ് കേട്ടോ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ മൗണ്ടൻ റെയിൽവേയുടെ ആദ്യകാലത്തെ കുറെ ഫോട്ടോസും അവരിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, പണ്ട് കാലത്ത് ട്രെയിനിൽ യൂസ് ചെയ്തിരുന്ന ക്ലോസറ്റ്, ലെതർ ക്യാഷ് ബാഗ്, വാട്ടർ ഫ്ലാസ്ക്, ടിക്കറ്റ് ട്യൂബ്, പലതരം സിഗ്നൽ ലൈറ്റ്സ്, അങ്ങനെ നമ്മുടെ ഉള്ളിൽ കൗതുകം ജനിപ്പിക്കുന്ന ഒട്ടേറെ കാഴ്ചകൾ ഇവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഊട്ടിയുടെ ഒഫീഷ്യൽ നെയിമാണ് ഉദകമണ്ഡലം. ആ കാണുന്നത് X37386 എന്ന ലോക്കോമോട്ടീവ് ആണ്. കൂനൂർ ടു മേട്ടുപ്പാളയം റൂട്ടിൽ പണ്ട് ഓടിയിരുന്ന ഒരു സ്റ്റീം എഞ്ചിനാണ്. നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ അതാ വരുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഊട്ടി ടു കൂനൂര് ജനറൽ ടിക്കറ്റും തിരിച്ച് ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ജനറൽ ടിക്കറ്റിന് 150 രൂപയും ഫസ്റ്റ് ക്ലാസ്സിന് 350 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. മേട്ടുപ്പാളയത്ത് നിന്ന് രാവിലെ 7:15 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണിക്കൂർ യാത്ര ചെയ്ത് ഊട്ടിയിലെത്താം. തിരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 5:30 കഴിയുമ്പോഴത്തേക്കും മേട്ടുപ്പാളയം എത്താൻ കഴിയും. ഊട്ടി ടു കൂനൂർ ജേർണി ഓൾമോസ്റ്റ് ഒരു 1.25 മണിക്കൂർ എടുക്കും. ഈ ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പുറത്തുള്ള ഈ കാഴ്ചകൾ തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നു ഈ റെയിൽപാത പണിതത്. 1854 ചർച്ച തുടങ്ങിയെങ്കിലും 1899 ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1908 സർവീസ് ആരംഭിച്ച നീലഗിരി മൗണ്ടൻ റെയിൽവേസ് 2005 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ ലിസ്റ്റിൽ ഉൾപ്പെടുകയുണ്ടായി. ഏഷ്യയിലെ തന്നെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ളതും ഇന്ത്യയിലെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ളതുമായ ട്രെയിൻ റൂട്ട് കൂടിയാണിത്. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറിൽ 10 കിലോമീറ്റർ ഉള്ളൂ. എത്ര മനോഹരമായ വ്യൂ ആയിരിക്കും അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്നൊരു എക്സൈറ്റ്മെന്റ് ഓരോ തുരങ്കവും പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ഇതിൽ കയറിയിട്ടില്ലെങ്കിലും ഒരുപാട് സിനിമകളിലൂടെ നീലഗിരി മൗണ്ടൻ ട്രെയിൻ നമുക്ക് സുപരിചിതമായിരിക്കും. ഷാറൂഖ് ഖാന്റെ ദിൽ സേ മൂവിയിലെ ഛയ്യ ഛയ്യ സോങ്ങിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കിലുക്കം, സമ്മർ ഇൻ ബത്ലഹേം തുടങ്ങിയ സിനിമകളിലും നമ്മുടെ ഈ ട്രെയിൻ സ്റ്റാറാണ്. 1908 നമ്മുടെ ഈ ട്രെയിനിന്റെ സർവീസ് ആരംഭിച്ച സമയത്ത് മേട്ടുപ്പാളയം ടു കൂനൂരായിരുന്നു ട്രെയിൻ ഓടിയിരുന്നത്. സെപ്റ്റംബർ ആയപ്പോൾ ട്രെയിൻ ഫേൺഹിൽ സ്റ്റേഷൻ വരെ അവൈലബിൾ ആക്കി. നിലവിൽ ഫേൺഹിൽ എന്ന് പറയുന്ന സ്റ്റേഷൻ ഇല്ല. ഒക്ടോബർ 15 നമ്മുടെ ട്രെയിൻ കൂനൂർ ടു ഊട്ടി സർവീസ് എക്സ്റ്റെൻഡ് ചെയ്തത്. നമ്മളങ്ങനെ കൂനൂർ സ്റ്റേഷനിൽ എത്തിയേക്കുവാണ്. ഇവിടെ വെച്ച് ഡീസൽ എഞ്ചിൻ മാറ്റും, പകരം സ്റ്റീം എഞ്ചിൻ അറ്റാച്ച് ചെയ്യും. ഡീസൽ എഞ്ചിനോടൊപ്പം ഒരു ഫസ്റ്റ് ക്ലാസ് ബോഗി അവരിവിടെ മാറ്റുന്നുണ്ട്. മേട്ടുപ്പാളയം ടു കൂനൂർ പോകുന്ന വഴി കുത്തനെയുള്ള കയറ്റമാണ്. സോ അത് വലിഞ്ഞു കയറാനായിട്ട് ട്രെയിനിൽ റാക്ക് ആൻഡ് പീനിയൻ എന്നൊരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം പഴയ നമ്മുടെ സ്റ്റീം എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂനൂർ എത്തുമ്പോൾ ഇങ്ങനെ എഞ്ചിൻ ചേഞ്ച് ചെയ്യുന്നത്. ബേസിക്കലി പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ നീരാവിയുടെ പ്രഷർ കൊണ്ട് ട്രെയിനിൻ്റെ വീൽസ് കറങ്ങുന്നു. അതാണ് സ്റ്റീം എഞ്ചിനിൽ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് കൽക്കരി ഉപയോഗിച്ചായിരുന്നു വെള്ളം തിളപ്പിച്ച് നീരാവി ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അതിപ്പോൾ ലഭ്യമല്ലാത്തത് കാരണം ഫർണസ് ഓയിലും ഡീസലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ
കാണുന്ന ഫ്രണ്ട് പോർഷനാണ് എഞ്ചിന്റെ വാട്ടർ ടാങ്ക് കം ബോയിലർ. ഇനിയാണ് സ്റ്റീം എഞ്ചിൻ ബോഗിയായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. പണ്ടുകാലത്ത് കൽക്കരി ഉപയോഗിച്ചായിരുന്നു വെള്ളം തിളപ്പിച്ച് നീരാവി ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അതിപ്പോൾ ലഭ്യമല്ലാത്തത് കാരണം ഫർണസ് ഓയിലും ഡീസലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ എൻജിൻ ചേഞ്ചിങ് പ്രോസസ്സ് കണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ടെക്നീഷ്യൻസ് അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയും സ്പീഡും ഒക്കെ മേ ബി വർഷങ്ങളായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് നേടിയതാകും. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. മെയിൻ വീലുകളെ കറക്കുന്ന 2 ഹൈ പ്രഷർ സിലിണ്ടറും റാക്കിലോടുന്ന പീനിയനെ കറക്കുന്നതിനായിട്ട് 2 ലോ പ്രഷർ സിലിണ്ടറും ആണ് ഇതിനുള്ളത്. ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് എടുക്കും. അങ്ങനെ അതാ സ്റ്റീം എഞ്ചിൻ അറ്റാച്ച് ചെയ്ത ട്രെയിന് കൂനൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് പോവുകയാണ്. ആ ഒരു ജേർണി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് എന്നാണ് ഒരുപാട് പേരും പറയുന്നത്. ഉറപ്പായിട്ടും അടുത്ത ഊട്ടിയിൽ വരുമ്പോൾ ഞങ്ങളും അത് ട്രൈ ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് ഫസ്റ്റ് ക്ലാസ് സീറ്റ് ഉണ്ടാവുക. ഞങ്ങൾ തിരിച്ച് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോവാണ് ട്രെയിനില്. ഇതാണ് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്നതും മുൻപ് ഉപയോഗിച്ചിരുന്ന ഒരു ലോക്കോമോട്ടീവ് ആണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്ക് വന്നപ്പോൾ ട്രെയിനിന്റെ എൻജിൻ ഫ്രണ്ടിലായിരുന്നു. ഇപ്പൊ അത് ബാക്കിലാണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ ഓൾട്ടിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ, അതായത് ഇറക്കം എവിടെയാണോ അവിടെ ആയിരിക്കും ട്രെയിനിന്റെ എൻജിൻ പൊസിഷൻ ചെയ്യുക. ബ്രിട്ടീഷുകാർ ആദ്യം ഊട്ടിയിൽ വന്നിരുന്ന സമയത്ത് മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയുടെ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് 10 ദിവസം യാത്ര വേണ്ടി വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ, ആ കാലഘട്ടത്തിൽ ഇത്രയും ഹില്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റെയിൽവേ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കടന്നു പോകുന്നത് വെറും 19 കിലോമീറ്റർ ആണെങ്കിലും ഈ യാത്രയെന്ന് പറയുന്നത് ഒരു അടിപൊളി അനുഭവം തന്നെയാണ്. താഴേക്കുള്ള ഈ കാഴ്ച എത്ര ഭംഗിയല്ലേ! കുഞ്ഞു കുഞ്ഞു തീപ്പെട്ടിക്കൂട് പോലെ പല കളേഴ്സിലുള്ള കെട്ടിടങ്ങളും പച്ച വിരിച്ച കൃഷിസ്ഥലങ്ങളും ഒക്കെ ആയിട്ട് ഊട്ടിയുടെ ഒരിക്കലും മായാത്തൊരു ചിത്രം ഈ ട്രെയിൻ യാത്രയിലൂടെ നമുക്ക് സ്വന്തമാക്കാനാകും. മനോഹരമായ കാഴ്ചകൾ കണ്ട് പൈൻ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ട്രെയിനിൽ പതിയെ പതിയെ പോകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ട്രെയിൻ യാത്രയുടെ ഒരു വികാരം നിങ്ങളും അനുഭവിച്ചറിയണം. വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ശിവാനി മോൾക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേട്ടേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.